ദീപ, പൊതുവായ ചില പദ്ധതികൾ, അതിൽ ഒരു പരാമർശം, അതായത് പദ്ധതികളുടെ ആ പൊതുവായ പദ്ധതികളിൽ ഒരു വിഹിതം സ്ത്രീകൾക്ക് എന്നുള്ളതിനപ്പുറം ഈ ബജറ്റ് സ്ത്രീകൾക്ക് എന്ത് തന്നു എന്ന് വിലയിരുത്തിയോ? തീർച്ചയായിട്ടും വനിതകളുടെ കാര്യം എടുത്താലും മറ്റ് സാധാരണക്കാരുടെ ആയ ജനങ്ങളുടെ കാര്യം എടുത്താലും വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു ബജറ്റാണ് ഇന്ന് ധനമന്ത്രി ശ്രീ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഓൺഗോയിങ് പ്രോജക്റ്റുകളില് ഇത്ര തുക നീക്കിവെക്കും എന്ന് പറയുന്നത് ഒഴിച്ചാല് പുതുതായിട്ട് യാതൊന്നും തന്നെ ഒരു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയോ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയോ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനവും അല്ലെങ്കിൽ ഒരു പരാമർശവും ഇന്ന് ബജറ്റിൽ ഉണ്ടായിട്ടില്ല. അതിൽ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറഞ്ഞത് കുടുംബശ്രീ യൂണിറ്റുകളെ കുറിച്ചിട്ടാണ്, അവിടെ ഉള്ള മൈക്രോ മിനി സംരംഭങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്കറിയാം, ഇപ്പോ പ്രഖ്യാപനങ്ങളും ഇതുപോലെയുള്ള പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ ഒരുപാടുണ്ടെങ്കിലും കുടുംബശ്രീയെ തികച്ചും ഒരു ഇടതുപക്ഷത്തിന്റെ വനിതകളെ കൂട്ടുന്ന, അവരുടെ പരിപാടികൾക്ക് വനിതകളെ കൂട്ടുന്ന ഒരു ഉപാധിയായി കണ്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് വളരെ നാളുകളായിട്ട് നമ്മൾ കുടുംബശ്രീയിലൂടെ നമ്മൾ കണ്ടുവരുന്നത്. കുടുംബശ്രീ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബശ്രീയുടെ പോസിബിലിറ്റീസ്, സാധ്യതകൾ എന്താണെന്നോ അതിൽ കൂടി സ്ത്രീകളുടെ ഉന്നമനം എത്രത്തോളം നമുക്ക് നടത്താമെന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരുവിധ ചിന്തകളും കാഴ്ചപ്പാടുകളും ഇല്ലാതെ ഇത് ചില ഗ്രൂപ്പുകളായിട്ട് നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കൂട്ടായ്മകളായിട്ട് നിലനിർത്തിക്കൊണ്ട് ഇടതുപക്ഷ പരിപാടികളിൽ, ഇടതുപക്ഷ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഇടതുപക്ഷം നടത്തുന്ന പരിപാടികളിൽ ആളുകളെ കൂട്ടുന്ന, വനിതകളെ കൂട്ടുന്ന ഒരു ഉപാധിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും പഞ്ചായത്തുകളിൽ CDSഉം ADS പോലുള്ളവരുടെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരു മേൽക്കോയ്മ അവർക്കുണ്ട് എന്നുള്ളത് അതിൽ സത്യമായിട്ടുള്ള കാര്യമാണ്, അത് അംഗീകരിക്കുന്നു. പിന്നെ അതിനപ്പുറത്തേക്ക് സ്ത്രീ സുരക്ഷയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള സംരംഭങ്ങൾക്കുള്ള സപ്പോർട്ടോ ആ രീതിയിലൊന്നും തന്നെ ഇതിൽ അഡ്രസ് ചെയ്തിട്ടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീ സുരക്ഷ തന്നെയാണ്. അതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ബജറ്റ് തന്നെയാണിത്.